Welcome to semester 2 complementary electronics. This is for BSc main physics students. Today we see the part of the chapter DC power supplies, and the topic is voltage doubler, voltage divider, and voltage multipliers. Complementary electronics semester 2. Today's topic is voltage divider and multipliers. And voltage divider is a topic coming at different parts of the syllabus. It is coming in different portions. Voltage divider. So here, one simple voltage divider is discussed, and then comes voltage multipliers. Complementary electrons. അപ്പോൾ ഇത് ഈ സെമിസ്റ്റർ 2 BSc ഫിസിക്സ് മെയിൻകാരുടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ടോപ്പിക്കാണ്. വോൾട്ടേജ് ഡിവൈഡർ ആൻഡ് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്, അതാണ് ടോപ്പിക്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡറാണ്. വോൾട്ടേജ് ഡിവൈഡർ, ഇവിടെ ഒരു റെക്ടിഫയർ ഔട്ട്പുട്ടുണ്ട്. ആ ഔട്ട്പുട്ടിൽ നിന്നൊരു ഫിൽറ്ററുണ്ട്. ഫിൽറ്ററിൽ നമുക്ക് ഒരു ആൾമോസ്റ്റ് പ്യൂർ ഡി സി കിട്ടും. അത് പല റെസിസ്റ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. പല റെസിസ്റ്റർ R1, R2, R3 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്കത് V1 വോൾട്ടേജ് ഉണ്ടാക്കാം, V2 വോൾട്ടേജ് ഉണ്ടാക്കാം, V3 വോൾട്ടേജ് ഉണ്ടാക്കാം. ഒരു മെയിൻ വോൾട്ടേജ് ആ ഫിൽട്ടർ ഔട്ട്പുട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആവശ്യത്തിന് ഒരു 10 വോൾട്ടേജ് വന്നാൽ 2 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സർക്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് ഡിവൈഡർ. എ മെയിൻ വോൾട്ടേജ് കമ്മിങ് ഫ്രം ദി ഫിൽട്ടർ. Out of the filter, the DC voltage, it may be 10 volt. It can be divided into 3 volt or 5 volt according to your use. And that method, that division is employed in a voltage divider circuit. In this figure, in the output, 3 resistors, R1, R2 and R3 are given. The meaning is we can make V1 voltage output, V2, V3. If there are only 2 resistors, R1 and R2, we can make V1 and V2. Voltage can be, the main voltage can be divided. അപ്പോൾ വരുന്ന വോൾട്ടേജിനെ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മുടെ ഉപയോഗത്തിന് ഒപ്പിച്ച് ചെറുതായിട്ട് ഭാഗിക്കുന്ന സർക്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്, അല്ലെങ്കിൽ പറയും പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട്. So what is it? A voltage divider is a circuit that is utilized to generate a part of the input voltage as an output. It is typically built using 2 resistors. സാധാരണ 2 റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. 2 വോൾട്ടേജ് വേണമെങ്കിൽ നമ്മുടെ പടത്തിൽ 3 റെസിസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 വരച്ചാലും മതി, 2 റെസിസ്റ്റേഴ്സ് R1, R2 വരച്ചാലും മതി. A voltage divider is a circuit that is utilized to generate a part of the input voltage and as an output. It is typically built using 2 resistors and a voltage source where the resistors are connected in series. The voltage is then applied. The voltage is then applied across these 2 resistors. It is known as potential divider as it converts a high voltage to a low value. It is a sequence of resistors. It's a sequence of resistors or capacitors. നമുക്ക് ഒന്ന് 2 കൂടുതൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ്. റെസിസ്റ്റേഴ്സിന് പകരം കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കാം. കപ്പാസിറ്റേഴ്സിന് എക്രോസ് ആയിട്ട് വോൾട്ടേജ് എടുക്കാവുന്നതാണ്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് or capacitors that may be tapped at any point in the circuit to create a precise proportion of the voltage applied between the ends. അപ്പോൾ റെസിസ്റ്ററുകളുടെ അറ്റത്ത് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഒരു പ്രൊപ്പോർഷണൽ പോർഷൻ നമുക്ക് V1, V2 അല്ലെങ്കിൽ V3 അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി ഒരു പ്രോബ്ലം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഈ പ്രോബ്ലം നമ്മൾ ഈ സിലബസിൻ്റെ വേറെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതായത് ക്രിർച്ചോഫ്സ് ലോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഒരെണ്ണം ഇവിടെ ഓർമ്മയ്ക്കായി കൊടുക്കുകയാണ്, നിങ്ങൾ റിവിഷന് വേണ്ടി കൊടുക്കുകയാണ്. കാൽക്കുലേറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വിച്ച് ഹാസ് 2 resistors of 3 ohm and 6 ohm and an input voltage 15 volt. The resistor 6 ohm is parallel to the output voltage. അപ്പോൾ 2 റെസിസ്റ്റേഴ്സ് 3 ohm 6 ohm അവ സീരീസിൽ കൊടുക്കുകയാണ്. അതിലേക്കൊരു സപ്ലൈ സോഴ്സ് 15 വോൾട്ട് കൊടുക്കുകയാണ്. ഈ 2 റെസിസ്റ്റേഴ്സിലുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ 6 ohമിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, 6 ohമിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദി റെസിസ്റ്റർ 6 ohm ഈസ് പാരലൽ
the output voltage, the meaning is we have to find the voltage across 6 ohm. So in the question, a 15 volt source is given, two resistors 3 ohm and 6 ohm are in series. We have to find the output voltage across 6 ohm. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം ഇവിടെ വരച്ചിരിക്കുകയാണ്. The 15 volt is the supply voltage, I is the current, R1 and R2 are the two resistors, R1 is 3 ohm, R2 is 6 ohm, they are marked. We have to find the voltage across R2. Our question is to find voltage across R2. We can take voltage across R1 or we can take voltage across R2. Here in this question, we have to find voltage across 6 ohm. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മളിവിടെ സർക്യൂട്ട് വരച്ചിരിക്കുകയാണ്. 3 ഓമും 6 ഓമും ആണ് ഔട്ട്പുട്ടിലുള്ളത്. ഇതിൽ ആ 6 ഓമിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ കറണ്ട് ഇക്വേഷൻ ഓംസിൽ അപ്ലൈ ചെയ്യണം. I is equal to V by R1 plus R2. ഇവിടെ R1ഉം R2ഉം സീരീസിലാണ്. അതുകൊണ്ട് അവ രണ്ടും കൂട്ടിയാൽ എഫക്റ്റീവ് വാല്യൂ കിട്ടും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. Therefore, I is 15 by 3 plus 6. That is 15 by 9. 3 will cancel. 5 by 3 ampere. 5 by 3 ampere. That is the current in the circuit. Therefore, voltage across 6 ohm. PU. I into R2. That is 5 by 3 into 6. 10 volt. 10 volt. So, similarly, if you find the resistance, the voltage across 3 ohm, we get 5 volt. The total is 15. That is 5 plus 10, that is 15 volt. ഇനിയാണ് നമ്മൾ വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇവിടെ ഒരു 4 തരം വോൾട്ടേജ് മൾട്ടിപ്ലയറാണ് പഠിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്നാമത്തത് ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ, പിന്നെ ഫുൾ വേവ് വോൾട്ടേജ് ഡബിളർ, പിന്നെ വോൾട്ടേജ് ട്രിപ്ലർ ആൻഡ് വോൾട്ടേജ് ക്വാഡ്രിപ്ലർ. 4 കേസിലാണ് പഠിക്കുന്നത്. എല്ലാം സിമ്പിൾ ഡയഗ്രമാണ്. 1-2 സെൻറ്റൻസ് ഓർത്താൽ മതി. ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്, എസ്സേ ആയിട്ടൊന്നും ചോദിക്കത്തില്ല. സോ വോൾട്ടേജ് മൾട്ടിപ്ലയർ, വോൾട്ടേജ് ഈസ് മൾട്ടിപ്ലൈഡ്, ദാറ്റ്സ് എ മീനിങ്. വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ് ആർ ഡിവൈസസ് ദാറ്റ് ആർ designed to generate an output voltage that is a multiple of the input voltage. ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് VI ആണെങ്കിൽ ഔട്ട്പുട്ട് VO എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2VI ആയിരിക്കും, അല്ലെങ്കിൽ 3VI ആയിരിക്കും, അല്ലെങ്കിൽ 4VI ആയിരിക്കും. അങ്ങനെ കൂട്ടി എടുക്കുന്ന സർക്യൂട്ടുകളാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന വോൾട്ടേജിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, തന്നിരിക്കുന്ന വോൾട്ടേജിനെ മൾട്ടിപ്ലൈ ചെയ്ത് നാച്ചുറൽ നമ്പറിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക. അത്തരം സർക്യൂട്ടിനെ വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് എന്ന് പറയും. ടൈപ്സ് ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്, ഏതെല്ലാം തരത്തിലുള്ള വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് ഉണ്ട് എന്ന് നോക്കുക. There are 4 types of voltage multiplier circuits. They are half wave voltage doubler, number 2 full wave voltage doubler, number 3 voltage tripler, number 4 voltage quadrupler. ഈ ഡബിളർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡബിളാക്കി തരും, ട്രിപ്പിൾ 3 ഇരട്ടിയാക്കി തരും, ക്വാഡ്രപ്പിൾ ട്രിപ്പിളർ 3 ഇരട്ടിയാക്കും, ക്വാഡ്രപ്പിൾ 4 ഇരട്ടിയാക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളറാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കുക. അതിൻ്റെ സർക്യൂട്ട് ഇതാണ്, ഈ കാണുന്നതാണ് സർക്യൂട്ട്. അപ്പോൾ 2 ഹാഫ് വേവ് റെക്ടിഫയറാണ്. 2 ഹാഫ് വേവ് റെക്ടിഫയർ, അതിലൂടെ കപ്പാസിറ്റി ഉണ്ട്. 2 ഹാഫ് വേവ്, 2 ഡയോഡും 2 കപ്പാസിറ്റർ ഈ കാണുന്ന പോലെ പിടിപ്പിക്കണം. അതിൻ്റെ പൊളാരിറ്റി പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഒരേ സമയത്ത് ഒരു സൈക്കിൾ മാത്രം, ഹാഫ് സൈക്കിൾ മാത്രമാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ എന്ന് വിളിക്കുന്നത്. ഫുൾ വേവിനും ഏതാണ്ട് ഇത് സർക്യൂട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പൊളാരിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ. A half wave voltage doubler is a type of electronic circuit that is used to double the voltage of an alternating current or alternating signal. The half wave voltage doubler consists of a diode and a capacitor. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനകത്തുള്ള ആ ഡയോഡ്, അതിൻ്റെ കൂടെ കപ്പാസിറ്റി കൂടി ഉണ്ട്. അങ്ങനെ 2 സെക്ഷനുണ്ട് ഇവിടെ, 2 സെക്ഷൻ. അതാണ് ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ. ഈ ചിത്രം നിങ്ങൾ നീറ്റായിട്ട് വരയ്ക്കുക. ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ. ആദ്യം ഒരു റെക്ടിഫയർ ഔട്ട്പുട്ട് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുകയാണ്.
അവിടെ VI ഇൻപുട്ട് വോൾട്ടേജ്, റെക്ടിഫയർ ഔട്ട്പുട്ട് അല്ല, ഒരു ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ടാണ്. റെക്ടിഫയർ ആണ്, ഡബിളർ തന്നെ റെക്ടിഫയർ ആണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ട് AC എടുക്കുകയാണ്. ഇവിടെ കപ്പാസിറ്റിയുടെ പൊളാരിറ്റി നോക്കുക. പ്ലസ് ഡയോഡ് കിഴിപ്പോട്ടാണ് ഫസ്റ്റ് ഡയോഡ്, മറ്റത് പിന്നെ ചെല്ലുന്നത് ഡയോഡ് സെക്കൻഡ്, അതിൻ്റെ മൈനസിലേക്കാണ്. പിന്നെ കപ്പാസിറ്റിയുടെ പൊളാരിറ്റി നോക്കുക. പൊളാരിറ്റി ഈസ് വെരി എസെൻഷ്യൽ. അപ്പോൾ ഒന്നാമത്തെ ഡയോഡ് നമുക്ക് VM തരും. രണ്ടാമത്തെ ഡയോഡ്, അപ്പോൾ VM എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി C1 ചാർജ് ചെയ്ത് വെക്കുന്നതാണ്. രണ്ടാമത്തെ ഡയോഡ് നമുക്ക് അടുത്ത VM തരും. രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 VM ഔട്ട്പുട്ട്. ഇപ്പോൾ വോൾട്ടേജ് ഡബിൾ ആകുകയാണ്. ദ ഔട്ട്പുട്ട് VU, the output is, the final output is 2 VM. ഇൻപുട്ട് മാക്സിമത്തിൻ്റെ ഡബിളായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ വേവ് ഫോം ഇതാണ്. ഇൻപുട്ടാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് താഴെ കാണുന്നതാണ്. നമ്മൾ എക്സാക്സ് വളരെ താഴെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 VM വോൾട്ട് കിട്ടും. അതാണ് ഔട്ട്പുട്ട്. ഇത് ആൾമോസ്റ്റ് DC ആണ്. അതുകൊണ്ട് ആ നീല ലൈനാണ് DCയുടെ സിമ്പിൾ. ഡോട്ടർ ലൈൻ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഡോട്ടർ ലൈനിൻ്റെ സ്ഥാനത്ത് നമുക്ക് നീല ലൈൻ ഗ്രാഫ് കിട്ടും. അവിടെ വോൾട്ടേജ് 2 VM ആണ്. അപ്പോൾ നീല ലൈനിലുള്ള ആ ബ്ലൂ ലൈൻ ഗ്രാഫ് പ്രത്യേകം വരച്ചു കൊള്ളാം. മറ്റേ ഡോട്ടയുടെ മുകളിലത്ത് തന്നെയാണ്, അതിന് പകരം കിട്ടുന്നതാണ്. സോ വാട്ട് ഈസ് ദ വർക്കിംഗ് ഓഫ് എ ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ? ഡ്യൂറിംഗ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി cycle, the diode D1 gets forward biased and hence it conducts with charges C1 to the peak input voltage. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. അത് കപ്പാസിറ്റർ C1നെ VMലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമത്തിലേക്ക് ചാർജ് ചെയ്യുകയും ചെയ്യും. അടുത്തത്, ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഡയോഡ് D1 gets reverse biased and it does not conduct and D2 gets forward biased and it conducts, which transfers the charge from C1 to C2. The output voltage Vout across C2 is approximately twice that of the peak input voltage. അപ്പോൾ രണ്ട് ഡയോഡിൻ്റെയും, അപ്പോൾ ഒരു ഡയോഡ്, ഒന്നാമത്തെ ഡയോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, രണ്ടാമത്തെ ഡയോഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വർക്ക് ചെയ്യും. ആ രണ്ട് വോൾട്ടേജും ആഡ് ചെയ്ത് നമുക്ക് 2 VM കിട്ടും. 2 VM approximately twice the peak input voltage, 2 VM. So the question is, with the diagram explain a half wave voltage doubler. With this, the class number 26 is over. In the next class we study full wave voltage doubler, a voltage tripler and voltage quadrupler. Thank you very much.